അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നിങ്ങളുടെ, നിൻ്റെ എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ്, അതിൻ്റെ പദം എന്താണ് എന്നുള്ളതാണ്. ഇംഗ്ലീഷിൽ നമുക്കൊക്കെ കാണാം വാട്ട് ഈസ് യുവർ നെയിം, നിങ്ങളുടെ പേരെന്താണ്. വാട്ട് ഈസ് യുവർ നെയിം, നിൻ്റെ പേരെന്താണ്. നിൻ്റെ എന്നും നിങ്ങളുടെ എന്നും ഇംഗ്ലീഷിൽ ഒരുപോലെയാണ്. എന്നാൽ അറബിയിലാകുമ്പോൾ ഒരാളോടാണ്, അതും ആണിനോടാണ് ചോദിക്കുന്നതെങ്കിൽ ഒരു രൂപവും, പെണ്ണിനോടാണ് ചോദിക്കുന്നതെങ്കിൽ മറ്റൊരു രൂപവും, രണ്ടാൾക്കാരോട് ചോദിക്കുന്നതെങ്കിൽ വേറൊരു രൂപവും, എന്നാൽ കൂടുതൽ ആളുകളോട് ചോദിക്കുമ്പോൾ വേറൊരു രൂപവും കൂടിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമുക്കതിനൊക്കെ പരിചയപ്പെടാം. ഒരു ആണിനോടാണ് നമ്മൾ ചോദിക്കുന്നത് നിൻ്റെ എന്ന് ചോദിക്കുമ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കേണ്ടത് ക എന്ന പദമാണ്. ഒരു പെണ്ണിനോടാണ് ചോദിക്കുന്നത് എങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട പദം കി എന്നുള്ളതാണ്. ഇനി നമ്മൾ രണ്ടാൾക്കാരോടാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് കുമ എന്നാണ്. ആണാകട്ടെ പെണ്ണാകട്ടെ രണ്ടാൾക്കാരോട് ചോദിക്കുമ്പോൾ കുമ എന്ന് ഉപയോഗിക്കും. എന്നാൽ രണ്ടിൽ കൂടുതൽ ആളുകളുള്ളവരോട്, അഥവാ ആണാകട്ടെ പെണ്ണാകട്ടെ അവരോട് നമ്മൾ ചോദിക്കുമ്പോൾ കും എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ക, കി, കുമ, കും എന്നീ രീതിയിലാണ് നമ്മൾ ചോദിക്കേണ്ടത്. നമുക്ക് ഉദാഹരണ സഹിതം ഇതിൻ്റെ രൂപം നമുക്ക് നോക്കാം. യാ റഫാസ് ഹൽ ഇൻദക ഖലമുൻ. റഫാസ്, നിൻ്റെ അടുത്ത് പേനയുണ്ടോ. റഫാസ് എന്നത് ആണാണ്, ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇൻദക എന്ന് ഉപയോഗിച്ചു. യാ റസാന ഹൽ ഇൻദകി ഖലമുൻ. റസാന, നിൻ്റെ അടുത്ത് പേനയുണ്ടോ. റസാന എന്നുള്ളത് സ്ത്രീയാണ്, ഒന്നാണ്. അതുകൊണ്ട് തന്നെ കി എന്ന് ഉപയോഗിച്ചു. യാ റഫാസു റസാന അൽ ഹിന്ദകുമ ഖലമുൻ. റഫാസ്, റസാന, നിങ്ങളുടെ രണ്ടാളുടെ അടുത്ത് പേനയുണ്ടോ. രണ്ടാളായതുകൊണ്ട്, ആണാകട്ടെ പെണ്ണാകട്ടെ രണ്ടാളായതുകൊണ്ട് നമ്മൾ ഇവിടെ ഉപയോഗിച്ച പദം കുമ എന്നതാണ്. ഇനി നമ്മൾ കൂടുതൽ ആളുകളോട് ചോദിക്കുമ്പോൾ യാ ത്വാലിബൂന ഹൽ ഇൻദകും ഖലമുൻ. വിദ്യാർത്ഥികളെ, നിങ്ങളുടെ അടുത്ത് പേനയുണ്ടോ. ഇവിടെ വിദ്യാർത്ഥികൾ എന്നുള്ളത് ബഹുവചനമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉപയോഗിച്ചത് ഇൻദകും എന്നുള്ളതാണ്. ആണാണെങ്കിൽ ക എന്നും, പെണ്ണാണെങ്കിൽ കി എന്നും, രണ്ടാളാണെങ്കിൽ കുമ എന്നും, രണ്ടിൽ കൂടുതൽ ആളാണെങ്കിൽ കും എന്നുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ ബഹുമാന സൂചകമായി ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ കും എന്ന് ഉപയോഗിക്കും. ഉദാഹരണത്തിന് ഒരാളോടാണെങ്കിലും, നമ്മളൊരു ബഹുമാനിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ശുക്രൻ ലക്കും, ജസാക്കുമുള്ള എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇവിടെ കും എന്ന് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഒരാളാണെങ്കിലും അത് ബഹുമാന രൂപത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ സാഹചര്യം നോക്കിയിട്ട് മാത്രമേ അത് ഉപയോഗിക്കുകയുള്ളൂ. അതേപോലെ തന്നെ പൊതുവായി ഉപയോഗിക്കുന്ന രൂപത്തിലും നമ്മൾ കും എന്ന് ഉപയോഗിക്കും. ഉദാഹരണത്തിന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മൾ അസ്സലാമു അലൈക്കും കും എന്നാണ് ഉപയോഗിക്കുന്നത്. ഒരാളോടാണ് നമ്മൾ സലാം പറയുന്നതെങ്കിൽ പോലും അസ്സലാമു അലൈക്കും എന്നുള്ളതാണ്. കാരണം ഇത് പൊതുവായ വാചകമായതുകൊണ്ട് തന്നെയാണ് കും എന്നുള്ള ഉപയോഗത്തിലൂടെ അസ്സലാമു അലൈക്കും എന്നുള്ള അഭിവാദ്യങ്ങൾ നമ്മൾ പറയുന്നത്. പാഠഭാഗം നമുക്ക് നോക്കാം. ഉസ്താദും പഠിതാവും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. അസ്സലാമു അലൈക്കും, അള്ളാഹുവിൻ്റെ രക്ഷ നിങ്ങൾക്കെല്ലാം ഉണ്ടാകട്ടെ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ള, നിങ്ങൾക്കും അള്ളാഹുവിൻ്റെ രക്ഷയും കരുണയും അനുഗ്രഹവും ഉണ്ടാകട്ടെ. കൈഫ ഹാലുക്കും, നിങ്ങളുടെ എല്ലാം അവസ്ഥാവിശേഷം എങ്ങനെ. സൈൻ അൽഹംദുലില്ലാ, നല്ലത് തന്നെ, അള്ളാഹുവിന് സ്തുതി. ഹൽ ഇൻദകും കുതുബും വ അഖ്ലാമുൻ, നിങ്ങളുടെ അടുക്കൽ പുസ്തകങ്ങളും പേനകളുമുണ്ടോ. നഅം ഇൻദന കുതുബുൻ വ അഖ്ലാമുൻ, ഞങ്ങളുടെ അടുക്കൽ പുസ്തകങ്ങളും പേനകളുമുണ്ട്. അലാ തറൂന കിതാബക്കും, നിങ്ങളുടെ പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കാറുണ്ടോ. നഅം നഖറഉ കിതാബൻ യാ ഉസ്താദ്. ഉസ്താദ്, ഞങ്ങൾ ഞങ്ങളുടെ പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. ശുക്രൻ ലക്കും, നിങ്ങൾക്കെല്ലാം നന്ദി. അഫ്വൻ യാ ഉസ്താദ്, നന്ദി പ്രത്യാഭിവാദ്യം. ഈ ഭാഗങ്ങളിൽ നമുക്ക്
ക, അതേപോലെ കും എന്ന ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഹാലുക്കും, ഇൻദക്കും, കിതാബക്കും, ശുക്രല്ലക്കും. ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ നേരത്തെ പ്രതിപാദിച്ച ഭാഗങ്ങളാണ്. നിങ്ങളുടെ എന്ന് അർത്ഥം വരുന്ന ഭാഗങ്ങളാണ്. നമുക്ക് വിട്ട ഭാഗം പൂരിപ്പിച്ച് പൂർത്തിയാക്കാം. യാ ദാരിസൂന ഹൽ ഐന്ദക്കും കുതുബുൻ. വിദ്യാർത്ഥികളെ, നിങ്ങളുടെ പക്കൽ പുസ്തകങ്ങളുണ്ടോ? ഇവിടെ ഐന്ദക്കും നിങ്ങളുടെ അടുത്ത് എന്നാണ് അർത്ഥം. യാ മുസ്ലിമൂന അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. മുസ്ലിങ്ങളെ, അള്ളാഹുവിൻ്റെ രക്ഷയും കരുണയും നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ. അലൈക്കും നിങ്ങളുടെ മേൽ. കും എന്ന ഭാഗം ഇവിടെ നമുക്ക് കാണാം. യാ അസാദിദത്തു ശുക്രല്ലക്കും. യാ അസാത്തിദത്തു ശുക്രല്ലക്കും. ഉസ്താദുമാരെ, നിങ്ങൾക്ക് നന്ദി. ഇവിടെ ലക്കും എന്ന ഭാഗം നമുക്ക് കാണാൻ കഴിയും. യാ വലതു മസ്മുക്ക. ആൺകുട്ടി, നിൻ്റെ പേരെന്ത്? ഇവിടെ മസ്മുക്ക ക എന്ന് ഉപയോഗിച്ചു. നിൻ്റെ എന്നർത്ഥം വരുന്ന. യാ ബിന്തു ഐന കിതാബുക്കി. പെൺകുട്ടി, നിൻ്റെ പുസ്തകം എവിടെ? ഇവിടെ കിതാബുക്കി എന്ന് ഉപയോഗിച്ചു. പെൺകുട്ടി ആയതുകൊണ്ട് കിതാബുക്കി എന്നാണ് ഉപയോഗിച്ചത്. യാ ദാരിസൂന ഐന മദ്രസത്തുക്കും. വിദ്യാർത്ഥികളെ, നിങ്ങളുടെ വിദ്യാലയം എവിടെ? ഇവിടെ മദ്രസത്തക്കും എന്നാണ് പറഞ്ഞത്. കും എന്ന് നൽകിയത് യാ ദാരിസൂൻ ബഹുവചനമായതുകൊണ്ടാണ്. യാ അത്ഫാലു ഹൽ ഐന്ദക്കും ത്വായിറത്തും വറഖിയ്യ. കുട്ടികളെ, നിങ്ങളുടെ പക്കൽ കടലാസ് വിമാനമുണ്ടോ? ഇവിടെ ഐന്ദക്കും എന്നാണ്, ബഹുവചനമാണ്. അത്ഫാൽ എന്നുള്ളത് ബഹുവചനമായതുകൊണ്ടാണ് ഐന്ദക്കും എന്ന് ഉപയോഗിച്ചത്. യാ ഫാത്തിമത്തു ഐന അബൂക്കി. ഫാത്തിമ, നിൻ്റെ ഉപ്പ എവിടെ? അബൂക്കി എന്നാണ് ഉപയോഗിച്ചത്. ഫാത്തിമ എന്നുള്ളത് പെൺകുട്ടിയായതുകൊണ്ട് അബൂക്കി നിൻ്റെ എന്ന അർത്ഥം വരുന്ന ഭാഗമാണ് നൽകിയിരിക്കുന്നത്.